ടെലിഫോണിക് എറ്റിക്കറ്റിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കവർ ചെയ്തിട്ടില്ല. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെലിഫോണിക് ഇന്റർവ്യൂവിലെ അല്ലെങ്കിൽ ടെലിഫോണിക് എറ്റിക്കറ്റിലെ ഡോൺസ് ആണ്. Don't do these. Alright. So my first point is don't talk too loudly or too softly. രണ്ടും നമ്മളുടെ സ്പീക്കർക്ക് ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആൾക്ക് ഇറിറ്റേഷൻ കൊടുക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് യെല്ലിംഗ് ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇയാൾ എന്താണ് പൊളൈറ്റ് അല്ലാതെ സംസാരിക്കുന്നത്, ഇയാളുടെ ലാംഗ്വേജ് എന്താണ് ഇങ്ങനെ, ഇയാളുടെ ടോൺ എന്താണ് ഇത്ര എറഗന്റ് എന്നുള്ള തോട്ട് വരാനുള്ള സാധ്യത ഹൈ ആണ്. അതേപോലെ ടൂ സ്ലോ സംസാരിക്കുമ്പോൾ നമ്മൾ ലിപ് മൂവ്മെന്റ് പോലും കാണുന്നില്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ മറ്റേ ആൾക്ക് പറ്റണം എന്നില്ല. അതുകൊണ്ട് ഒരിക്കലും വളരെ സൗണ്ടിലോ തീരെ സൗണ്ട് കുറച്ചോ സംസാരിക്കാൻ പാടില്ല. ഒരു മീഡിയം ലെവൽ നമ്മൾ കീപ്പ് ചെയ്യണം. സോ ദാറ്റ്സ് മൈ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് മൈ സെക്കൻഡ് പോയിന്റ് ഇസ് ഡോണ്ട് ഇന്ററപ്റ്റ് ദ സ്പീക്കർ. ഒരു സ്പീക്കർ ഒരാളെ നമ്മൾ ഫോൺ ചെയ്തു, പുള്ളി പറയാണ് നിങ്ങൾക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട്, എറണാകുളം കാക്കനാട് വെച്ച് 10 മണിക്കാണ് ഇന്റർവ്യൂ. എറണാകുളം നമ്മൾ കേട്ടു, 10 മണി നമ്മൾ കേട്ടു, കാക്കനാട് കേട്ടില്ല. അപ്പൊ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് വിച്ച് വാസ് ദ പ്ലേസ് എന്ന് ചോദിക്കുന്നത് ഒരു ബാഡ് എറ്റിക്കറ്റ് ആണ്. ഇന്ററപ്റ്റ് ചെയ്യരുത്, പറഞ്ഞു തീരട്ടെ എന്നിട്ട് നമുക്ക് ചോദിക്കാം. അതേപോലെ കാക്കനാടാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ കാക്കനാടാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലാതെ സ്പീക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. സോ നമ്മൾ നേരിട്ടാണെങ്കിലും വീഡിയോയിലാണെങ്കിലും ഒരിക്കലും സ്പീക്ക് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇന്ററപ്റ്റ് ചെയ്യരുത്. പുള്ളി പറഞ്ഞു തീരട്ടെ എന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ആ ഒരു സ്റ്റാൻഡ് എടുക്കണം. Alright? So next point, don't multitask during a call. നമ്മൾ സിനിമ കണ്ടുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുക, ഇല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് കോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കോൾ ചെയ്യുക, ഈ കാര്യങ്ങൾ ഇഫക്റ്റീവ് അല്ല. ടൈം മാനേജ്മെന്റിന്റെ ബേസിലാണെങ്കിലും മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് അല്ല എന്നാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. സോ ഹിയർ ഓൾസോ ഇറ്റ് ഇസ് നോട്ട് ഇഫക്റ്റീവ്. കാരണം നമ്മൾ സംസാരിക്കുന്നതിന് നമ്മുടെ ഫോക്കസ് പോകാനുള്ള സാധ്യത ഹൈ ആണ്. നമ്മളൊരു പാസീവ് ലിസണർ ആയി പോകാനുള്ള സാധ്യത ഹൈ ആണ്. സോ നമ്മളുടെ സ്പീക്കറിന് അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എൻ ഇന്റർവ്യൂ കോൾ ഓർ യുവർ ഓഫീസ് കോൾ, then that person might feel really bad. അതുകൊണ്ട് ആ ഫീലിംഗ് നമ്മുടെ സ്പീക്കർക്ക് കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യാതെ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ മാത്രം ഫോക്കസ് ചെയ്യുക. ഓൾറൈറ്റ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡോണ്ട് സ്പീക്ക് ടു ഫാസ്റ്റ്. ഭയങ്കര സ്പീഡിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്ന ആൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നമ്മൾ നേരിട്ട് അദ്ദേഹം കാണുന്നില്ല, നമ്മൾ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. സോ ഒരു ബാരിയർ, ടെക്നോളജീൻ്റെ ഒരു ബാരിയർ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. സോ നമ്മൾ സ്പീഡിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ മറ്റേ ആൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ ലിസണർക്ക് കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യരുത്, സ്പീഡിൽ സംസാരിക്കരുത്. സ്പീഡ് കുറച്ച് എന്നാൽ വളരെ സ്ലോ അല്ലാതെ ഒരു മീഡിയം റേഞ്ചിൽ തന്നെ സംസാരിക്കണം. നിങ്ങൾ സ്പീഡിൽ സംസാരിച്ച് ശീലമുള്ള ആളാണെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അത് ചെറുതായിട്ടൊന്ന് മാറ്റണം. നിങ്ങൾ സ്പീഡിൽ സംസാരിച്ച് ശീലമുള്ള ആളാണെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അതൊന്ന് മാറ്റണം. സോ ദാറ്റ്സ് മൈ നെക്സ്റ്റ് പോയിന്റ്. ഡോണ്ട് ഫർഗെറ്റ് ടു ഗ്രീറ്റ് ഓർ ക്ലോസ് ദി കോൺവെർസേഷൻ പ്രോപ്പർലി. നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ യൂഷ്വലി എല്ലാവരും ഹെലോ എന്നാണ് പറയുക. ഹെലോന്റെ അപ്പുറത്തേക്ക് ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഇത് നമ്മൾ പറയാറില്ല. അത് പറഞ്ഞ് ശീലിക്കുന്നത് വളരെ നല്ലൊരു എറ്റിക്കറ്റ് ആണ്. ഒന്നാമത് നിങ്ങൾ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂ റിലേറ്റഡ് ഒരു കോൾ ആണ് വരുന്നതെങ്കിൽ, നിങ്ങൾ നല്ല എറ്റിക്കറ്റ് ഉള്ള ഒരാളാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെനിഫിറ്റ് ഫോർ യു. സോ ഓൾവേസ് ഗ്രീറ്റ് ദ കോളർ ഓർ ദി speaker or the interviewer, whoever it is. So always greet the caller or the speaker or the interviewer, whoever it is, with a good morning, good afternoon, good evening, anything. Alright. അതേപോലെ നിങ്ങൾ കോൾ എൻഡ് ചെയ്യുമ്പോൾ പ്രൊഫഷണലി കൺക്ലൂഡ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം, അല്ലെങ്കിൽ ഐ അപ്രീഷിയേറ്റ് യുവർ ടൈം, താങ്ക് യു വെരി മച്ച് ഫോർ ദി ഇൻഫർമേഷൻ, ഇങ്ങനെ പറഞ്ഞിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, എൻഡ് ചെയ്യുക. അല്ലാതെ അബ്രപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ഡോണ്ട് ബി റൂഡ് ഓർ ഇംപേഷ്യന്റ്. ടെക്നോളജിയാണ്, സോ ഗ്ലിച്ചസ് വരാനുള്ള സാധ്യത ഹൈ ആണ്. മറ്റേ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റാണ്ടിരിക്കാനുള്ള സാധ്യത ഹൈ ആണ്. ഈ സമയങ്ങളിൽ ക്ഷമ നശിച്ച് റൂഡായിട്ട് സംസാരിച്ച് ഇല്ലെങ്കിൽ ചെയ്ത് ഒച്ചെടുത്ത് ദാറ്റ്സ് നോട്ട് ഫെയർ. അത് നല്ലതല്ല. നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. നമ്മളുടെ ആങ്കർ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ ക്ഷമ നമ്മൾ വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തോ. കാരണം ഇന്റർവ്യൂ റിലേറ്റഡ് കോൾ, ഓഫീസ് റിലേറ്റഡ് കോൾ, ഇതിലൊന്നും നമ്മൾ ഇംപേഷ്യൻ്റ് ആവാൻ പാടില്ല.
നമ്മളിൽ കൂടുതൽ ആളുകളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ബോർഡിൽ എഴുതിയേക്കുന്നത്. അതായത് ഒരു കോള് വരുമ്പം നമ്മളുടെ പേഴ്സണൽ കോൺവെർസേഷൻസിൽ എൻഗേജ്ഡ് ആവുക എന്ന് പറയുന്നത്, നമ്മളുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ് ഇവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുക പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കോളറോട് 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളുടെ പേഴ്സണൽ കോൺവെർസേഷനിലേക്ക് പോകും, വിച്ച് മേ ലാസ്റ്റ് ഫോർ 2 or 3 minutes, വിച്ച് ഇസ് റിയലി അൺഫെയർ. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ ഇൻ കേസ് എമർജൻസി ആണെങ്കിൽ, അതായത് നമുക്ക് ഈ പേഴ്സണൽ കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സമയമാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ സ്പീക്കറോട് അത് പറയണം, ഇങ്ങനെ ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് സംസാരിക്കുകയാണ്, ഒന്ന് ഹോൾഡ് ചെയ്യാമോ എന്നുള്ളത് പൊളൈറ്റ് ആയിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ പേഴ്സണൽ കോൺവെർസേഷനിലേക്ക് പോകാൻ പാടുള്ളൂ. അതും മ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. റൈറ്റ്. ആൻഡ് ദിസ് മൈറ്റ് ബി വെരി ഫെമിലിയർ ഫോർ യു. ഡോണ്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് വൈൽ ദ കാൾ. ഒരു കോള് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ച്യൂ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ഇൻഫോർമൽ ആവാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഫോർമൽ വേ ഓഫ് കോൺവെർസേഷൻ കീപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒരിക്കലും ഇത് ചെയ്യാണ്ടിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാതെ യാതൊരു രക്ഷയില്ല എന്നാണെങ്കിൽ അതും പറഞ്ഞിട്ട് ശേഷം മാത്രം കുടിക്കുക. My next point is don't talk in a noisy environment. നിങ്ങളുടെ ഓഫീസ് സ്പേസ് ആണ്, ഭയങ്കര നോയ്സ് ആണ്, അപ്പോഴാണ് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വരുന്നത്. അവിടുന്ന് സംസാരിക്കരുത്, മാറി നിൽക്കുക, വേറൊരു സ്ഥലം കണ്ടുപിടിക്കുക, ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടുപിടിക്കുക, അവിടുന്ന് സംസാരിക്കുക. നമ്മളുടെ വീട്ടിലാണ്, കുട്ടികളുണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒന്നെങ്കിൽ അവരോട് സൗണ്ട് കുറയ്ക്കാൻ പറയുക, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ പറയുക, അല്ലെങ്കിൽ നമ്മൾ ക്വയറ്റ് സ്പേസ് കണ്ടുപിടിക്കുക. അല്ലാതെ നോയ്സി എൻവയോൺമെന്റിൽ ഒരിക്കലും കോൾ അറ്റൻഡ് ചെയ്യരുത്. My last point is don't forget to announce the call interruption. നിങ്ങൾക്കൊരു കോൾ ഇൻട്രപ്ഷൻ വരുവാണെങ്കിൽ, വേറൊരു ഏർജൻറ്റ് കോൾ വരുന്നു, ഇല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും എമർജൻസി വരുന്നു, അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ആ കോൾ ഇൻട്രപ്ഷൻ അനൗൺസ് ചെയ്യാൻ മറക്കരുത്. 1 മിനിറ്റ്, 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പോവരുത്. നമ്മൾ കാര്യമായിട്ട് തന്നെ പറയാം, ഇങ്ങനൊരു എമർജൻസി ഉണ്ട്, ഐ ഹാവ് ടു അറ്റൻഡ് ദിസ് മാറ്റർ, അതുകൊണ്ട് ഞാൻ ഒന്ന് പോവാണ്. ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 1 or 2 seconds, റൈറ്റ്? സോ ആ കോൾ ഇൻട്രപ്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കോള് ഇൻട്രപ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞു പോകുന്നത് നല്ല രീതിയല്ല. സോ ദീസ് ആർ സർട്ടൺ തിങ്സ് ദാറ്റ് വി നീഡ് ടു നോ റിലേറ്റഡ് ടു കോൾ, അല്ലെങ്കിൽ ടെലിഫോണിക് എറ്റിക്വറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. നെക്സ്റ്റ് ടൈം വെൻ യു മേക്ക് എ ഫോർമൽ കോൾ, ഇൻഫോർമലിനും ശ്രദ്ധിക്കണം, ബട്ട് എസ്പെഷ്യലി ഫോർമൽ കോൾ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ബി എ ഗുഡ് പേഴ്സൺ ആൻഡ് എറ്റിക്വറ്റ് പാലിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.